അഹങ്കാരത്തിന് അടി കിട്ടുമെന്ന് പറഞ്ഞു. 115 സർക്കംസിഷൻ കഴിഞ്ഞു ഈ ഒരു വെക്കേഷനിൽ. അതിലൊക്കെ ഇങ്ങനെ അഭിമാനിച്ചിരിക്കുക. അപ്പോഴാണ് ഇന്നൊരു കുട്ടി ഭയങ്കര കരച്ചിൽ. ബാക്കി ഒരു കുട്ടിയും ഇന്ന് കരഞ്ഞിട്ടില്ല. ഇന്നലെയൊക്കെ ആയിട്ട് ചെയ്തത് കരഞ്ഞില്ല. ഒരു കുട്ടി കരഞ്ഞു. ഒരു പക്ഷേ ഈ സീസണിൽ ഈ 115 ഞാൻ എന്നും ഓർക്കുന്നൊരു കരച്ചിലത്. കുട്ടി വേദന കൊണ്ടൊന്നല്ല കരയുന്നത്. കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ അവർക്ക് ആ കുട്ടിക്ക് വേണ്ടപ്പെട്ട ആരാണെന്നറിയില്ല, രക്ഷിതാവാണെന്ന് തോന്നുന്നു, അന്ന് ഭയങ്കര ഡോറിന് മുട്ടൽ, ദേഷ്യം പിടിക്കൽ. ഒരു നിമിഷം നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നൊരു നിമിഷം. അപ്പോഴേക്കും അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ധരിപ്പിച്ചത് ഏറ്റിട്ടില്ല, എന്താണ് അങ്ങനെ കരയുന്നത്, കുട്ടി വേദന കൊണ്ട് തന്നെ കരയാണെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് നമ്മൾ മനസ്സങ്ങോട്ട് പതറിപ്പോകും. ഒരു പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനെ ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മനസ്സ് പെട്ടെന്ന് പതറും. ആ പതർച്ച ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആ മനുഷ്യൻ എക്സ്പ്രസ് ചെയ്യുന്നത് തനിക്ക് വേണ്ടപ്പെട്ട ഒരാളോടുള്ള സ്നേഹമാണ്. ഒരു നിമിഷത്തെ വേദന പോലും സഹിക്കാൻ പറ്റാത്ത ആ ഒരു കാര്യം. ഒരു പക്ഷേ ആ കുട്ടി ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി ഇതുപോലെ 5 മിനിറ്റ് നീണ്ട പ്രൊസീജിയർ 5 മിനിറ്റ് നേരം കരഞ്ഞിട്ടുണ്ടാവും. ഇതിൽ 5 മിനിറ്റ് പ്രൊസീജിയർ ചെയ്തെങ്കിലും 2-2.5 മിനിറ്റ് കരഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് കുട്ടീനെ ഒരുപാട് നമ്പർ എണ്ണി തരുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കരയും. പലപ്പോഴും ഇതൊരു ഉത്കണ്ഠ കൊണ്ടുള്ള കരച്ചിലായിരിക്കും. നമ്മൾ അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികളും കരയണ്ടേ? എല്ലാ കുട്ടികളും. പുറത്തെത്തിയപ്പം എനിക്കറിയാം, കലിതുള്ളി നിൽക്കുന്ന ആ ബന്ധു എന്നെ ഒരു പക്ഷേ കടിച്ച് കീറിയാം, കൊല ചെയ്തേക്കാം. ചെറിയൊരു പരുങ്ങലിലൂടെ ഞാൻ പോയത്. ഞാൻ പറഞ്ഞു, കുട്ടി അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാൻ 5ഓളം കുട്ടികൾ ഇതിൻ്റെ ചെയ്തില്ല. ആ കുട്ടികളൊന്നും കരഞ്ഞില്ല. ഈ കുട്ടി മാത്രം എന്താ കരഞ്ഞത്? നിങ്ങൾ ധരിപ്പിക്കാൻ ടൈം വൈകി. ഞാനൊരിക്കലും 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. കാരണം ലേശി വരാൻ എടുക്കുന്നൊരു സമയമാണ്. അലാറവും വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ചിലപ്പോൾ അവർ കമ്പയർ ചെയ്യും, ഇന്നയാളടുത്ത് നിന്ന് ചെയ്താൽ അതുണ്ടായില്ലല്ലോ എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും ഈ വേളയിലൊക്കെ നമുക്കും അവർക്കും എല്ലാവർക്കും വേണ്ടത് വൈകാരിക ജ്ഞാനമാണ്, എമോഷണൽ ഇൻ്റലിജൻസ്. എന്തായാലും ഇതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ നിർത്തുകയാണ്. വൈകിയാൽ ചിലപ്പോൾ എന്താവും. ഹലോ, ആ